സാദിഖലി തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ വിമർശനം ഉയർത്തിക്കാട്ടി മതവികാരം ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് UDF നടത്തുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. മുഖ്യമന്ത്രി നടത്തിയത് കൃത്യമായ രാഷ്ട്രീയ വിമർശനമാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. നേതാക്കൾ വിമർശനത്തിന് അതീതമാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നത് വളരെ അപകടകരമായ കാര്യമാണെന്നും എളമരം കരീം. അതോടൊപ്പം തന്നെ ഷാജിയുടെ പ്രസ്താവന വെറും ജൽപ്പനമെന്ന V വസീഫും വ്യക്തമാക്കി. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വിമർശനം ഉയർത്തിക്കാട്ടി വർഗീയത ആളിക്കത്തിക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും ആശയതടങ്കലിലാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി നടത്തിയത് കൃത്യമായ രാഷ്ട്രീയ വിമർശനമാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സാദിഖലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡൻ്റാണ് എന്നർത്ഥം. ആ പ്രസിഡന്റിനെ രാഷ്ട്രീയമായിട്ട് വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അതിൻ്റെ അപ്പുറം കടന്ന് ലീഗിൽ തന്നെ വലിയ പ്രസക്തിയൊന്നും ലഭിക്കാത്ത ചില ആളുകൾ സാദിഖലിയെ സംബന്ധിച്ച് പറഞ്ഞാൽ വിവരമറിയും. ചില നേരത്തെ പറഞ്ഞതുപോലുള്ള വാർത്താമാധ്യമങ്ങളിൽ സ്ഥിരം കിട്ടാത്ത ചില ആളുകളുണ്ട്, അവർ ട്രൗസർ ഊരിക്കും എന്ന് വരെയാണ് പറഞ്ഞത്. എന്തു പറയാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത പ്രചരണ കോലാഹലമാണ് ചില ആളുകൾ സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രസ്താവന നടത്തിയ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിക്ക് മറുപടിയുമായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായാണ് പാർട്ടികൾ മത്സരിക്കുന്നത്. അത്തരത്തിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ വിമർശനത്തിന് അതീതമാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നത് വളരെ അപകടകരമായ കാര്യമാണെന്നും എളമരം കരീം പറഞ്ഞു. രാഷ്ട്രീയ മത്സരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് വിമർശനത്തിന് അതീതമാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നത് വളരെ അപകടകരമായ നിലപാടാണ്. സാദിഖലി ശിഹാബ് തങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്ന എന്തടിസ്ഥാനത്തിലാണ് ലീഗ് നേതാവ് പറയുന്നത്? സമുദായ നേതാവ് എന്ന നിലയിലാണോ കാണുന്നത്? സമുദായ നേതാക്കന്മാർ നിരവധി പേരുണ്ട്. സുന്നി സംസ്ഥാന നേതാവ് ജിഫ്രി തങ്ങൾ, കാന്തപുരം, ഇതുപോലുള്ള സാമുദായിക നേതാക്കന്മാരെ ഈ തെരഞ്ഞെടുപ്പിൽ വല്ലവരും പരാമർശിക്കുന്നുണ്ടോ, വിമർശിക്കുന്നുണ്ടോ? അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നില്ല. തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്ന ഏത് പാർട്ടിയുടെയും നേതാക്കന്മാരുടെയും പാർട്ടിയുടെയും നിലപാട് വിമർശനത്തിന് വിധേയമാക്കേണ്ടതാണ്. മുഖ്യമന്ത്രിക്കെതിരായ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയുടെ പ്രസ്താവന വെറും ജൽപ്പനങ്ങളെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫും പറഞ്ഞു. സമസ്തയിലെ പണ്ഡിതന്മാരെ അധിക്ഷേപിച്ച ആളാണ് KM ഷാജി. അതുകൊണ്ടാണ് വീട്ടിലിരിക്കേണ്ടി വന്നതെന്ന് ഓർക്കണമെന്നും വസീഫ് ഷാജിയെ ഓർമ്മിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി RSSന്റെ ഒരു മറുവശം പോലെ ഇടപെടുന്നു എന്ന് ആരാ പറഞ്ഞത്? നേരത്തെ ഇവിടെയൊക്കെ ഈ സമൂഹത്തിൽ ഈ KM ഷാജി പറഞ്ഞിട്ടില്ലേ, PK ഫിറോസ് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് അവരിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അപകടകരമായ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.